നമ്മുടെ വയനാട്ടിലെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഡിബേറ്റിനെ പറ്റി അതിൻ്റെ ശാസ്ത്രീയ വശത്തെപ്പറ്റി പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതാനും ചെറുപ്പക്കാരായ അമ്മമാർ അവിടെ അമ്മമാരില്ലാതെ ആയിപ്പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ധാരാളം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എ ബിഗ് സല്യൂട്ട് ആ അമ്മമാർക്ക് ഞാൻ നൽകുകയാണ്. എന്നാൽ അമ്മമാർ നേരിട്ട് പോയി കുഞ്ഞിന് പാല് കൊടുക്കുന്നത് വെറ്റ് നഴ്സിംഗ് ആണ്. അത് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അമ്മമാർക്ക് അവരറിഞ്ഞോ അറിയാതെയുള്ള ചില രോഗങ്ങളോ അവർ കഴിക്കുന്ന മരുന്നിൻ്റെ പാർശ്വഫലങ്ങളോ ചിലപ്പോൾ കുഞ്ഞിലേക്ക് പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊരു ശാസ്ത്രീയമായ രീതിയല്ല. എന്നാൽ അവർ പറഞ്ഞ ആ നോബിൾ ആയിട്ടുള്ള ഞങ്ങൾ മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ഉപയോഗിക്കാൻ നമുക്കൊരു ശാസ്ത്രീയ വശമുണ്ട്. അതാണ് ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് കോംപ്രിഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് യൂണിറ്റ്സ് സെൻറ്റേഴ്സ് CLMC എന്നാണ്. CLMCക്ക് ചിലപ്പോൾ കളക്ഷൻ വാനുകളും കാണും. അത് പോയി പാല് കൊണ്ടുവരും. ഒരമ്മ അങ്ങനെ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ആദ്യം അവർക്കൊരു കൗൺസിലിംഗ് നൽകും. അവർക്കൊരു സ്ക്രീനിങ് എല്ലാം, രോഗത്തിനെതിരായിട്ടുള്ള സ്ക്രീനിങ് എല്ലാം നടത്തിയിട്ട് അവർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അത് പാസ്ചറൈസ് ചെയ്തിട്ട് പാസ്ചറൈസ് ഡോണർ ഹ്യൂമൻ മിൽക്ക് PDHM എന്ന പേരിലാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. കോവിഡ് സമയത്ത് മുംബൈയിലും മറ്റും അനേകം അമ്മമാർ ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പാല് നൽകുകയുണ്ടായി. എല്ലാ ജില്ലയിലും ഒരു CLMC ഉണ്ടായിരിക്കണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളുടെ സ്റ്റേറ്റിൽ ആകെ 3 സ്ഥലത്ത് മാത്രമേ അതുള്ളൂ. അതായത് കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ എറണാകുളം. നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 32 പ്രദേശങ്ങളിൽ CLMC ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സന്നദ്ധത പ്രകടിപ്പിച്ച അമ്മമാർക്ക് ഈ CLMCയിൽ പാല് ഡൊണേറ്റ് ചെയ്തിട്ട് അത് ആ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള അവസരമുണ്ട്. ഇതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ സയൻറ്റിഫിക് നോഹൗ നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ എലിസബത്ത് KE, പീഡിയാട്രീഷ്യൻ ആൻഡ് ന്യൂട്രീഷനിസ്റ്റ്, തിരുവനന്തപുരം.